ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് മെസ്സഞ്ചറിന് നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു മെസ്സഞ്ചറിൻ്റെ ലോഗോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ സെൻഡ് എന്നുള്ളത് ഇപ്പോൾ ഈ ഭാഗത്താണ് കിടക്കുന്നത്, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ താഴെ ഭാഗത്തേക്ക് ആക്കാം. അതേപോലെ ഈ സെൻഡ് എന്നുള്ളതിൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന രൂപത്തിൽ, ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ കാണുന്ന രൂപത്തിൽ ഒരു പേപ്പർ എയറോപ്ലെയിനിൻ്റെ മോഡലിലും നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, ചേർത്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് CSS കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് നമുക്കൊരു ലോഗോ ആഡ് ചെയ്യാം. ഫേസ്ബുക്ക് മെസ്സഞ്ചറിൻ്റെ ലോഗോ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയതിന് ശേഷം സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഗൂഗിളിൽ പോയതിന് ശേഷം ഇവിടെ വന്ന് ഇമേജ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ വന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത് മെസ്സഞ്ചർ ലോഗോ എന്ന് നമ്മളിവിടുന്ന് സെർച്ച് ചെയ്യാം. മെസ്സഞ്ചർ ലോഗോ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ മെസ്സഞ്ചറിൻ്റെ കുറേ ലോഗോ കാണിച്ചു തരും. ഇതിന്ന് ഏതെങ്കിലും ഒരു നല്ലൊരു ലോഗോ നമ്മളിവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ സിമ്പിളായിട്ടുള്ള ഈ ലോഗോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ഈ മെസ്സഞ്ചറിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ കോപ്പി ഇമേജ് അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അഡ്രസ്സ് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. വീണ്ടും നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവുക. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോഗോ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഡിവ് ക്ലാസ് നെയിം ആപ്പ് എന്നുള്ളതിൻ്റെ താഴെ എന്ത് ചെയ്യാം, ഒരു ഇമേജിൻ്റെ ടാഗ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ലോഗോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് IMG എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, IMG എന്ന് ചേർത്ത് കൊടുത്തു. ഇവിടെ SRC എന്നുള്ളിടത്ത് നമ്മൾ ആ കോപ്പി ചെയ്ത ലോഗോ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് സേവ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ പോയി നമുക്കിതൊന്ന് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുവോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതിൽ കുറച്ച് വലിപ്പത്തിലാണ് ഇമേജ്, നമ്മൾ കരുതിയതിനേക്കാൾ കുറച്ച് വലിപ്പത്തിലാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, നല്ല വലിപ്പമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു ക്ലാസ് നെയിം കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ക്ലാസ് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഈക്വൽ ടു നമ്മൾ ആപ്പ് എന്നുള്ള പേജിലാണ്, അപ്പോൾ __ ലോഗോ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ app.css നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് app.css പോയി. ഇതിൽ കുറേ കാര്യങ്ങൾ ഓൾറെഡി കുറേ CSSകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഈ ഇത് മാത്രം നിർത്തി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. അതായത് ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ മാത്രം നിർത്തിയിട്ടുള്ള കാര്യം മാത്രം വെച്ച് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് ആപ്പ് എന്ന് എഴുതി __ ലോഗോ എന്നിട്ട് കൊടുത്തു. അതായത് നമ്മൾ അതിന് കൊടുത്ത ക്ലാസ് നെയിമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കൊടുത്ത ക്ലാസ് നെയിമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലധികം ഒന്നും നമ്മൾ CSS ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഹൈറ്റ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 100 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ വിഡ്ത്ത് എന്നുള്ളത് ഞാനൊരു 100 പിക്സൽ ഇതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തിട്ട് നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് ഈ ഇമേജിൻ്റെ ലോഗോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെറുതായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സെൻഡ് എന്നുള്ള ഈ മെസ്സേജ് സെൻഡ് ചെയ്യണ ഭാഗം നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഇവിടെ വന്ന് ഒരു ഫോമിലേക്കായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഇവിടെ ആൾറെഡി കൊടുത്തിരുന്ന ഈ ഫോം കൺട്രോളിൻ്റെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോം കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ വന്ന ഒരു ഫോം കൊടുത്തു. ഈ ഫോമിന് നമ്മൾ ക്ലാസ് നെയിം app__ ഫോം എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ മുകളിൽ ഓപ്പൺ ചെയ്തിരുന്ന ആ ഫോം എന്നുള്ളത് നമുക്കിവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ app.form എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, CSS ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഭാഗം കോപ്പി ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക എന്താണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചെയ്യാം. ഓക്കെ, അതിനുശേഷം app.css വന്നിട്ട് നമുക്കതിന് എന്ത് ചെയ്യാം, കോഡ് ടൈപ്പ് ചെയ്യാം. ആദ്യം തന്നെ നമുക്കതിന് പാഡിങ് ഒരു 20 പിക്സൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പാഡിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരെൻ്റെ CSS ട്യൂട്ടോറിയൽ നോക്കിയാൽ മതി, അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ പാഡിങ് എന്ത് ചെയ്തു, ഒരു 20 പിക്സൽ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ വന്ന് പൊസിഷൻ എന്നുള്ളത് ഫിക്സഡ് ആക്കി കൊടുത്തു. അതായത് ഈ പേജിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്കതൊരിക്കലും എന്ത് ചെയ്യരുത്, അതെല്ലാ സമയവും അവിടെ തന്നെ അത് വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊസിഷൻ എന്നുള്ളത് ഫിക്സഡ് ആക്കി കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ചുകൂടി ഡാറ്റാസ് എൻ്റർ ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഈ പൊസിഷൻ ഫിക്സ്ഡ് ഒന്ന് ഒഴിവാക്കേണ്ടത്, നമുക്ക് കുറച്ച് മെസ്സേജ് ചെയ്തതിന് ശേഷം നമുക്കത് പൊസിഷന് ഫിക്സ്ഡ് ആക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മെസ്സേജ് എൻ്റർ ചെയ്തു, അതിനുശേഷം ഇവിടെ വന്ന് അത് സെൻഡ് ചെയ്തു. ഇനി അടുത്തൊരു മെസ്സേജ് കൂടി ഞാനിവിടെ എൻ്റർ ചെയ്തു, അതിനുശേഷം വീണ്ടും ഞാനത് സെൻഡ് ചെയ്തു. അതേപോലെ തന്നെ അടുത്തൊരു മെസ്സേജ് കൂടി സെൻഡ് ചെയ്തു. അങ്ങനെ എത്ര മെസ്സേജുകളാണോ വേണ്ടത് അതെല്ലാം ചേർത്ത് കൊടുത്തു. ഓക്കെ, ഹൗ ആർ യു, അങ്ങനെ എന്തൊക്കെ മെസ്സേജാണോ വേണ്ടത് അതെല്ലാം നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്ന് ഇതിൻ്റെ പൊസിഷന് ഫിക്സ്ഡ് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്ന് പൊസിഷൻ എന്നുള്ളത് ഫിക്സ്ഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫിക്സ്ഡ് ആക്കി കൊടുത്താൽ നമ്മളിത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, അത് അവിടെ തന്നെ നിൽക്കും. ഇത് എത്ര ഡ്രാഗ് ചെയ്യുകയാണെങ്കിലും ഈ മെസ്സേജ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അത് മൂവ് ചെയ്യുന്നില്ല. എല്ലാ സമയവും ആ മെസ്സേജ് എഴുതിയ ഭാഗം എപ്പോഴും എന്തായിരിക്കും, അത് അവിടെ തന്നെ ഒരു ഭാഗത്തായിട്ട് നിൽക്കുമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പൊസിഷന് ഫിക്സ്ഡ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഇതിൻ്റെ ബോട്ടം മാർജിന് ബോട്ടം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, 0 ആക്കി കൊടുക്കാം. അതായത് അത് നേരെ താഴോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മാർജിൻ ബോട്ടം എന്നുള്ളത് 0 പിക്സൽ. ബോട്ടം മാർജിന് നമുക്ക് എന്ത് ചെയ്യാം, 0 പിക്സലാക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ബോട്ടം എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മാർജിന് നമുക്ക് 0 പിക്സലാക്കി കൊടുത്തു. അപ്പോൾ അത് നോക്കൂ, നേരെ അത് താഴോട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ മാർജിന് നേരെ അത് താഴോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് നമുക്കിവിടെ വന്ന് ഇതിൻ്റെ സെഡ് ഇൻഡെക്സ് കൊടുക്കുക. സെഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അത് മൂവ് ചെയ്യിക്കുമ്പോൾ നോക്കൂ, ഇതിൻ്റെ താഴെയാണ് എന്ത് വരുന്നത്, ഈ മെസ്സേജിൻ്റെ ഒക്കെ താഴെയാണ് നമുക്ക് ആ സെൻഡ് ചെയ്യണത് വരുന്നത്. അപ്പോൾ അത് നമുക്ക് മുകളിലോട്ട് എടുക്കാൻ സെഡ് ഇൻഡെക്സ് നമ്മൾ എന്ത് ചെയ്യുക, 1 എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നോക്കൂ, അത് നേരെ മുകളിലായിട്ട് വന്നിട്ടുണ്ടാവും. എന്നാൽ മാത്രമേ നമുക്ക് ആ മെസ്സേജ് ഒക്കെ എഴുതാനുള്ള ഓപ്ഷൻ ഇവിടെ വരൂ. അപ്പോൾ അത് നേരെ എന്ത് ചെയ്യും, ഇതിൻ്റെ നേരെ മുകളിലായിട്ടായിരിക്കും നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ അത്തരത്തിൽ നമുക്കിതിൻ്റെ താഴെയുള്ള ഡാറ്റാസിനെ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തു, സെഡ് ഇൻഡെക്സ് 1 എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നിട്ട് കൊടുത്തു. കുറേ കളറുകൾ ഉണ്ടാവും. ഒരു കമാൻഡ് വെച്ചിട്ടാണ് ഇതിലേക്ക് കളർ കൊടുക്കുന്നത്. ഓക്കെ, ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് കളർ ചേർത്ത് കൊടുക്കുക. ഞാൻ E9 അതിനുശേഷം B എന്നുള്ളൊരു കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ത് കളർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഈ കളർ തന്നെ വേണമെന്നില്ല. അപ്പോൾ ഞാനിതിന് എന്ത് ചെയ്തു, ഒരു കളറ് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിൻ്റെ വിഡ്ത്ത് എന്നുള്ളത് 100 പിക്സലാക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് ഇത്രയും ഭാഗത്താണ് വരുന്നത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്ത്ത് എന്നുള്ളത് നമുക്ക് 100 പിക്സലാക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്തു, വിഡ്ത്ത് എന്നുള്ളത് 100% ആക്കി കൊടുത്തു. അപ്പോൾ നോക്കൂ, അത് ഈ പേജിന് ഫിറ്റായിട്ട് നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഈ പേജ് എത്രയാണോ അതിന് ഫിറ്റായിട്ട് നമുക്കിവിടെ വന്ന് പേജ് വരുന്നുണ്ട്. ഇനി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാർജിൻ ഒരു 20 പിക്സൽ ചേർത്ത് കൊടുക്കാം. അതായത് അതിൻ്റെ 4 ഭാഗത്തും നമുക്കൊരു നിശ്ചിത അകലം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിൻ എന്നുള്ളത് ഒരു 20 പിക്സൽ ചേർത്ത് കൊടുത്തു. ഇത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർജിൻ ഒരു 20 പിക്സൽ നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്തും അതേപോലെ ഈ ഭാഗത്തും ഇങ്ങനെ 4 ഭാഗത്തും ഒരു 20 പിക്സൽ വെച്ച് മാർജിന് വന്നിട്ടുണ്ടാവും. ഈ സെൻഡ് എന്നുള്ള ബട്ടണിൽ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽ UI വെച്ചിട്ട് ഒരു പേപ്പർ എയറോപ്ലെയിൻ്റെ ഒരു ചിത്രം നമുക്കിവിടെ അല്ലെങ്കിൽ ഒരു ഐക്കൺ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇവിടെ വന്നതിന് ശേഷം നമ്മൾ മെറ്റീരിയൽ UI ഐക്കൺ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് മെറ്റീരിയൽ UI എന്ന് ചേർത്തതിന് ശേഷം ഐക്കൺ എന്നുള്ളതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സെർച്ച് റിസൾട്ട് നമുക്ക് ആദ്യത്തെ സെർച്ച് റിസൾട്ടിലേക്ക് തന്നെ പോകാം. ഓക്കെ, ആ പേജ് വരുവോളൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് വരുവോളൊന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പേജ് നമുക്കിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറേ ഐക്കൺസുകൾ തന്നിട്ടുണ്ട്. ഏത് ഐക്കൺസാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് സെൻഡ് എന്നുള്ള ജസ്റ്റ് എന്ത് ചെയ്യുക, സെൻഡ് എന്ന് ഇവിടുന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ സെൻഡ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ലോഡ് ചെയ്ത് വരട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്ന് സെൻഡ് എന്നുള്ള ഈ ഐക്കൺ നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഐക്കൺ നമുക്കിവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഐക്കണിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കോഡാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, അത് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വന്ന് app.js പോയിട്ട് ആ
ഹെഡർ ഫയൽ നമുക്കിതിലേക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഞാനത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ഈ ഐക്കൺ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്കൊരു npm ഫയൽ, അതായത് ഒരു പാക്കേജ് കൂടി ഇൻസ്റ്റാൾ ചെയ്യാണ്ട്. അപ്പോൾ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇവിടെ വന്ന് ഗെറ്റിംഗ് സ്റ്റാർട്ടിൽ പോവുക. ഇവിടെ വന്ന് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ, നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കമാൻഡ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് താഴോട്ട് വരിക. ഐക്കൺ ഇൻസ്റ്റാൾ ചെയ്യണം എങ്ങനെയാണോ ആ കമൻറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ SVG ഐക്കൺസ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഐക്കൺ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. ഇനി എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്നത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പുതിയൊരു ടെർമിനൽ ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത് വന്നു. നമ്മൾ ആ കോപ്പി ചെയ്ത ഫയൽ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യാം. ഇനി അങ്ങനെ പേസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പാക്കേജസ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ സെൻഡ് ഐക്കൺ എന്നുള്ളത് നമുക്കിവിടെ വന്ന് ഈ സെൻഡ് എന്നുള്ളിടത്ത് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത സെൻഡ് ഐക്കൺ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് സെൻഡ് ഐക്കൺ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൺട്രോൾ സ്പേസ് അടിച്ചാൽ നിങ്ങൾക്ക് ആ ഫയൽ ഇവിടുന്ന് സജസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ സെൻഡ് ഐക്കൺ എന്നുള്ളത് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്ന് നോക്കൂ, ഇതിൽ സെൻഡ് ഐറ്റം എന്നുള്ള ഓക്കെ ഒന്ന് റീലോഡ് ആവട്ടെ, പേജ് റൺ ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് സെൻഡ് എന്നുള്ള നേരത്തെ സെൻഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് നോക്കൂ, ഇപ്പോൾ ഇവിടെ വന്ന് സെൻഡ് ഐക്കൺ ആയിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, നമുക്കിവിടെ സെൻഡ് ഐക്കൺ ആയിട്ടായിരിക്കും വരിക. അതായത് നമ്മളിവിടെ ഈ മെറ്റീരിയൽ UIന്ന് സെലക്ട് ചെയ്ത ആ സെൻഡ് ഐക്കൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി അടുത്തതായി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഐക്കൺ ബട്ടൺ എന്നുള്ളൊരു ബോക്സേക്കായി മാറ്റാം. അതായത് ഈ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐക്കൺ ബട്ടൺ എന്നുള്ളതിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഐക്കൺ ബട്ടൺ ആക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളിവിടെ വന്ന് ആൾറെഡി നമ്മളിവിടെ കൊടുത്ത ഈ ബട്ടൺ എന്നുള്ളത് ഒഴിവാക്കി ഇവിടെ വന്ന് ജസ്റ്റ് ഐക്കൺ ബട്ടൺ എന്ന് ചേർത്ത് കൊടുക്കാം. ഐക്കൺ ബട്ടൺ ആൾറെഡി കൊടുത്ത ബട്ടൺ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഐക്കൺ ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് ഈ ബട്ടൺ എന്നുള്ളത് ഒഴിവാക്കി അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഐക്കൺ ബട്ടണിലേക്കായിട്ട് മാറ്റാം. അപ്പോൾ ഇപ്പോൾ ഉള്ള ബട്ടൺ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഐക്കൺ ബട്ടൺ എന്ന് ആക്കി കൊടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ്. ഇവിടെ വന്ന് ഐക്കൺ ബട്ടൺ എന്ന് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യങ്ങളും മാറ്റങ്ങളൊന്നും വരുത്തേണ്ട, ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഐക്കൺ ബട്ടൺ എന്നുള്ളതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചേഞ്ച് വന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് മെസ്സേജാണോ കൊടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും, ഇത് ജസ്റ്റ് ഒരു ഐക്കൺ ബട്ടണായിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് നമുക്ക് എന്തെങ്കിലും മെസ്സേജുകൾ അയക്കണം എന്നുണ്ടെങ്കിൽ രൂപത്തിലേക്കായിട്ട് വരും. ഇത് നമ്മളൊന്നും ടൈപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ രൂപത്തിലായിരിക്കും വരിക. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മാത്രമായിരിക്കും ഇതിൻ്റെ കളർ നമുക്കിതുപോലെ ചേഞ്ച് ചെയ്ത് വരിക. ഓക്കെ, ഇനിയും ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ ഇത് പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ റിയാക്റ്റ്, ഫയർബേസ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, ക്ലോൺ ആപ്ലിക്കേഷൻ്റെ തുടർന്ന് വരുന്ന ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.